2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മിന്നും ഫോം തുടർന്നിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 12 റൺസിനാണ് RCB വീഴ്ത്തിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റിന് 221 എന്ന കിടിലൻ സ്കോർ നേടിയപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ മറുപടി 9 വിക്കറ്റിന് 209 അവസാനിച്ചു. ജയത്തോടെ 4 കളികളിൽ 6 പോയിന്റായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തുണ്ട്. എന്നാൽ ഇന്നിംഗ്സിലെ അവസാന പന്തിൽ RCBക്ക് ഒരു റൺ നിഷേധിക്കപ്പെട്ടത് ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. DRSുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് RCBക്ക് റൺ നിഷേധിക്കപ്പെടാൻ കാരണമായത്. മുൻപും ഈ നിയമം ബാറ്റിംഗ് ടീമുകൾക്ക് പലതവണ വിനയായിട്ടുണ്ട്. RCB ഇന്നിംഗ്സിലെ 20-ാം ഓവറിലെ അവസാന പന്തിലായിരുന്നു വിവാദത്തിന് ആസ്പദമായ സംഭവം നടന്നത്. ജസ്പ്രീത് ബുംറ എറിഞ്ഞ പന്ത് ജിതേഷ് ശർമ്മയുടെ കാലിൽ കൊള്ളുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ ശക്തമായ അപ്പീലിനൊടുവിൽ അമ്പയർ അത് LBW വിക്കറ്റ് വിളിച്ചു. ഒരു റൺ ഓടിയ ജിതേഷ് ശർമ്മ ഉടൻ തന്നെ DRS ആവശ്യപ്പെട്ടു. DRSനൊടുവിൽ അത് ഔട്ടല്ലെന്ന് വ്യക്തമായി. ഫീൽഡ് അമ്പയർക്ക് തന്റെ തീരുമാനം തിരുത്തേണ്ടിയും വന്നു. എന്നാൽ ഔട്ട് തീരുമാനത്തിൽ മാറ്റം വന്നെങ്കിലും ആ പന്തിലെ ഒരു റൺ ടീമിന് ലഭിച്ചില്ല. RCB സ്കോർ 221 അവസാനിക്കുകയും ചെയ്തു. ക്രിക്കറ്റ് നിയമത്തിലെ ഒരു പോരായ്മയാണ് ആ റൺ RCBക്ക് ലഭിക്കാതിരിക്കാൻ കാരണം. ICC നിയമപ്രകാരം അമ്പയർ ഔട്ട് വിളിക്കുന്നതോടെ ഒരു പന്ത് ഡെഡാകും. ഒരു പന്ത് റിവ്യൂ വരികയും ഓൺ ഫീൽഡ് അമ്പയർ എടുത്ത തീരുമാനം തെറ്റാണെന്ന് തെളിയുകയും ചെയ്താലും പന്ത് ഡെഡായി തന്നെ കണക്കാക്കും. പന്ത് ഡെഡായാൽ ആ ബോളിൽ നേടുന്ന റൺ കണക്കിൽ കൂട്ടില്ല. പന്ത് ബൗണ്ടറിയിൽ എത്തിയാൽ പോലും അതൊരു ഡോട്ട് ബോളായി തുടരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാറ്റിംഗ് ടീമിനാണ് തിരിച്ചടി നേരിടേണ്ടി വരിക. ഔട്ടല്ലെന്ന് തെളിഞ്ഞാൽ പോലും ആ റൺ ലഭിക്കില്ല. ജിതേഷ് ശർമ്മ നേടിയ റണ്ണും കണക്കിൽ കൂട്ടാതിരുന്നത് അമ്പയർ ഔട്ട് വിളിച്ചതോടെ ആ പന്ത് ഡെഡ് ആയതുകൊണ്ടാണ്. നേരത്തെ പലതവണ ഈ നിയമം ക്രിക്കറ്റ് ലോകത്ത് വിവാദമായതാണ്. 2024 T20 ലോകകപ്പിൽ ബംഗ്ലാദേശും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടന്ന മത്സരത്തിലും സമാന കാര്യത്തിൽ വിവാദമുണ്ടായിരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ 4-ാം തോൽവിയാണ് ഇന്നലെ നടന്ന മത്സരത്തിലേത്. വിരാട് കോഹ്ലി, ക്യാപ്റ്റൻ രജത് പട്ടിദാർ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളും മികച്ച ബൗളിംഗുമാണ് RCBക്ക് വിജയമൊരുക്കിയത്. കോഹ്ലി 42 പന്തിൽ 67ഉം പട്ടിദാർ 32 പന്തിൽ 64 റൺസ് നേടി. 4 മത്സരങ്ങളിൽ 3 വിജയവും 6 പോയിന്റും പ്ലസ് 1.015 നെറ്റ് റൺ റേറ്റും നേടിയാണ് RCB 3-ാം സ്ഥാനത്തെത്തിയത്. കളിച്ച 3 മാച്ചുകളും വിജയിച്ച ഡൽഹി ക്യാപിറ്റൽസും 4 മാച്ചുകളിൽ 3 വിജയവുമായി ഗുജറാത്ത് ടൈറ്റൻസും 6 പോയിന്റുമായി ആദ്യ 2 സ്ഥാനങ്ങളിലുണ്ട്. 120 പന്തിൽ 222 റൺസ് വിജയലക്ഷ്യവുമായി ചേസിംഗ് നടത്തിയ മുംബൈക്ക് ആവശ്യമായ റൺ റേറ്റ് നിലനിർത്താൻ കഴിയാതെ പോവുകയായിരുന്നു. 6-ാമനായി എത്തിയ ഹർദിക് പാണ്ഡ്യ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയെങ്കിലും രക്ഷയുണ്ടായില്ല. 15 പന്തിൽ 4 സിക്സറുകളും 3 ബൗണ്ടറികളും സഹിതം 42 റൺസ് എടുത്തു. തിലക് വർമ്മ 29 പന്തിൽ 56 റൺസോടെ നന്നായി പൊരുതി ടീമിന്റെ ടോപ്പ് സ്കോററായി. ഓപ്പണർ രോഹിത് ശർമ്മ 9 പന്തിൽ 17 റൺസുമായി നന്നായി തുടങ്ങിയെങ്കിലും 2-ാം ഓവറിൽ തന്നെ പുറത്തായി. റയാൻ റിക്കിൾട്ടൺ 10 പന്തിൽ 17ഉം വിൽ ജാക്സ് 18 പന്തിൽ 22ഉം സൂര്യകുമാർ യാദവ് 26 പന്തിൽ 28ഉം റൺസ് നേടി പുറത്തായി. RCBയുടെ കൃണാൽ പാണ്ഡ്യ 4 ഓവറിൽ 45 റൺസിന് 4 വിക്കറ്റ് നേടി. RCBക്ക് വേണ്ടി കോഹ്ലി, പട്ടിദാർ എന്നിവർക്ക് പുറമെ ജിതേഷ് ശർമ്മയും ദേവ്ദത്ത് പടിക്കലുമാണ് ബാറ്റിംഗിൽ തിളങ്ങിയത്. അവസാന ഓവറുകളിൽ തകർത്തടിച്ച ജിതേഷ് 19 പന്തിൽ പുറത്താവാതെ 40 റൺസ് നേടിയിരുന്നു. 4 സിക്സറുകളും 2 ഫോറുകളും പായിച്ചു. ദേവ്ദത്ത് 22 പന്തിൽ 37 റൺസ് എടുത്തു. മുംബൈക്ക് വേണ്ടി ഹർദിക് പാണ്ഡ്യയും ട്രെന്റ് ബോൾട്ടും 2 വിക്കറ്റ് വീതം നേടി. കോഹ്ലി ഈ മാച്ചിലൂടെ T20 ക്രിക്കറ്റിൽ 13,000 റൺസ് തികയ്ക്കുകയും ചെയ്തു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് കോഹ്ലി. ഏറ്റവും വേഗത്തിൽ ഈ നാഴികക്കല്ല് പിന്നിടുന്ന ലോകത്തിലെ 2ാമത്തെ റെക്കോർഡിനും അർഹനായിട്ടുണ്ട്. ക്രിസ് ഗെയിലാണ് 1-ാം സ്ഥാനത്ത്.